ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ ശനിയാഴ്ചയുടെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏവർക്കും നേരുന്നു. വലിയ ശനിയാഴ്ച പെസഹ കഴിഞ്ഞ് ഈസ്റ്റർ വരെയുള്ള പെസഹ ത്രിദിനങ്ങളിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. കർത്താവിനെ മരിച്ച് അടക്കിയതിന് ശേഷമുള്ള കാത്തിരിപ്പിൻ്റെ ദിവസമാണത്. ഈശോ കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു എന്ന ആ വലിയ പ്രവൃത്തി രക്ഷാകര സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ പ്രകാശിപ്പിക്കുന്ന ഒരു മഹത്തായ പ്രകാശനമാണ് ഈശോയുടെ കുരിശു മരണവും അവിടുത്തെ സംസ്കരണവുമെല്ലാം. കർത്താവ് തൻ്റെ മനുഷ്യത്വത്തിൽ പൂർണ്ണമായ വിധം മരിച്ചു എന്നുള്ളത് തന്നെയാണ് അടക്കപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ അടക്കപ്പെട്ട മിശിഹ പാതാളങ്ങളിൽ ഇറങ്ങി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭയുടെ എക്കാലത്തെയും വിശ്വാസമാണത്. പാതാളത്തിൽ ഇറങ്ങി അന്ന് വരെയുള്ള എല്ലാവരെയും പിന്നീട് വരാനിരിക്കുന്നവരെയും എല്ലാം രക്ഷിക്കുന്നവരായി മാറി. അപ്പോൾ രക്ഷ ഈശോ മിശിഹായിലൂടെ മാത്രമാണ് എന്ന സത്യം ഇവിടെ സഭ ധ്യാനിക്കുന്നുണ്ട്. ദൈവശാസ്ത്രപരമായ ആ പ്രമേയത്തിന് വലിയ പ്രസക്തിയുണ്ട്. അന്ന് വരെയുള്ളവരും പിന്നീട് വരാനിരിക്കുന്നവരും എല്ലാം ഈശോ മിശിഹായിലൂടെയാണ് രക്ഷ അനുഭവിക്കുന്നത്. എല്ലാവരുടെയും രക്ഷകനാണ്, സകലത്തിൻ്റെയും നാഥനാണ് അവിടുന്ന്. സകലത്തിൻ്റെയും നാഥ എന്നുള്ള ആ ഉത്ഥാന ഗീതത്തിൻ്റെ തന്നെ അർത്ഥം അവിടെയുണ്ട്. സകലത്തിൻ്റെയും നാഥനും രക്ഷകനുമാണ് അവിടുന്ന്, എല്ലാവർക്കും രക്ഷ നൽകുന്നവനാണ് എന്ന ആശയം നമ്മളിവിടെ ധ്യാനിക്കേണ്ട ദിവസമാണിത്. ഒപ്പം കർത്താവിൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരുന്നവനാണ് എന്ന സത്യവും കൂടി ഇവിടെ നമ്മൾ ഓർക്കുകയാണ്. എല്ലാ മേഖലകളിലേക്കും കടന്നു വരാൻ അവിടത്തേക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ പരിത്യക്തതകൾ, നമ്മുടെ ഇല്ലായ്മകൾ, ഒറ്റപ്പെടലുകൾ, മരണകരമായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകൾ, അവിടേക്കെല്ലാം കടന്നു വന്ന് നമുക്ക് കരുതലും രക്ഷയും സാന്ത്വനവും ശക്തിയും ജീവനും എല്ലാം പകരുന്നവനാണ് ഈശോ മിശിഹ എന്ന സത്യം നമ്മളിവിടെ ധ്യാനിക്കുകയാണ്. ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് ധ്യാനിച്ചെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ വലിയ ശനിയാഴ്ചയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകാറുണ്ട്, അവഗണിക്കപ്പെടുന്നു എന്നുള്ള ചിന്തയിൽ അകപ്പെട്ടു പോകാറുണ്ട്. വിഷമവും നിരാശയും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാൻ ഇടയുണ്ട്. ഇരുട്ട് പലതരത്തിലും വഴിമുട്ടിയ അവസ്ഥ, അവിടേക്കെല്ലാം കർത്താവ് കടന്നു വരും എന്നുള്ള സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ പാതാള സമാനമായ അവസ്ഥകളിലേക്ക് അവിടുന്ന് കടന്നു വന്ന് ജീവനും രക്ഷയും നൽകുന്നവനാണെന്ന് നമുക്ക് ഇന്ന് ധ്യാനിക്കാനായിട്ട് സാധിക്കട്ടെ. ഒപ്പം ഇതൊരു വലിയ കാത്തിരിപ്പിൻ്റെ ദിവസമാണെന്ന് സൂചിപ്പിച്ചല്ലോ. ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവം തന്നെ രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ ചരിത്രമാണ്. പിന്നീട് രക്ഷകൻ കടന്നു വന്നപ്പോൾ അവരിൽ ഏറെ പേർക്ക് അവിടുത്തെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ കാത്തിരിക്കുന്ന ഒരു ദൈവജനം, പുതിയ നിയമ ജനതയും കാത്തിരിക്കുന്ന, മഹത്വത്തിലുള്ള ജീവിതത്തെ കാത്തിരിക്കുന്ന ഒരു ജനതയാണ്. തിരുസഭ നിത്യതയിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന കാത്തിരിപ്പിൻ്റെ ഒരു ജനതയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രത്യാശയോടുകൂടി തിരുവുത്ഥാനത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് കാത്തിരിക്കാൻ പറ്റണം. ഈശോയുടെ ഉത്ഥാനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയുടെ അച്ചാരമായി മാറുന്നത്. അതുകൊണ്ട് കാത്തിരിക്കുക. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് സമയമുണ്ടാവണം. പലപ്പോഴും നമ്മുടെ ഇഷ്ടം, നമ്മുടെ താല്പര്യം എന്നൊക്കെ മാത്രം ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നടക്കണമെന്ന് നമ്മൾ വ്യർത്ഥമായി മോഹിക്കാറുണ്ട്. പക്ഷെ അതല്ല, ദൈവം ഇടപെടുന്ന ദൈവത്തിൻ്റെ സമയം, ഖൈറോസ്, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവം ഇടപെട്ട് എല്ലാം രക്ഷാകരമാക്കും, അനുഗ്രഹീതമാക്കും, വിജയകരമാക്കും, അർത്ഥപൂർണമാക്കും. ആ കാത്തിരിപ്പ് പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് നമ്മൾ കാണേണ്ടത് മാമോദീസയാണ്. ഈ ദിവസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചിന്തയാണത്. ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കാളിത്തമാണ് മാമോദീസ എന്നുള്ളത് പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ സ്വീകരിച്ച മാമോദീസ അത് മിശിഹായുടെ മരണത്തിലും ഉത്ഥാനത്തിലും ഉള്ള പങ്കാളിത്തമാണ്. ഈശോയോടൊപ്പം പാപത്തിന് മരിച്ച് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അനുഭവമാണ് മാമോദീസായിലൂടെ ഒരാൾക്ക് ലഭിക്കുന്നത്. കർത്താവിനോടുകൂടി മരിച്ച് ഉയർക്കുവാനുള്ള ഒരു സമർപ്പണം. നമ്മൾ സ്വീകരിച്ച ഈ മാമോദീസ ജീവിതത്തിൽ ഒന്നുകൂടി ധ്യാനിച്ചെടുക്കാനും പുതുക്കാനും സമർപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ ആ മാമോദീസായുടെ വിശുദ്ധിയിലേക്ക് നയിക്കാനും ഈ ദിവസത്തിൽ നമുക്ക് സാധിക്കട്ടെ. മാമോദീസായിൽ നൽകപ്പെടുന്ന പുതുവസ്ത്രം പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുന്ന ശുഭ്രവസ്ത്രമാണ്, വിശുദ്ധിയുടെ വസ്ത്രമാണത്. കർത്താവിനോടുകൂടി മരിച്ച് വിശുദ്ധിയിലേക്ക് ഉയർക്കുന്ന
അതിൻ്റെ അനുഭവം. അതുകൊണ്ട് വിശുദ്ധിയിലായിരിക്കുവാനുള്ള വിളിയെക്കുറിച്ച് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മാമോദീസായിൽ ലഭിച്ച വിശുദ്ധി നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്ന വിശുദ്ധരെ നമുക്ക് ഓർക്കാൻ പറ്റണം മാതൃകയാക്കി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിശുദ്ധി വിശുദ്ധ കുമ്പസാരത്തിലൂടെ നേടിയെടുത്തുകൊണ്ട് മാമോദീസായുടെ ആ പവിത്രതയിൽ എന്നും ജീവിക്കാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാനും ഇന്ന് സാധിക്കട്ടെ. ഒപ്പം മാമോദീസ വഴി നൽകപ്പെടുന്ന തിരിനാളം ലോകത്തിൻ്റെ പ്രകാശമായ മെശിഹായെ സൂചിപ്പിക്കുന്നതാണ്. മെശിഹായാകുന്ന വെളിച്ചത്തിൽ, സുവിശേഷത്തിൻ്റെ പ്രകാശത്തിൽ നടക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ള ആ ചിന്തയും അവിടെയുണ്ട്. മാമോദീസായിൽ നമ്മൾ കർത്താവിനെ നാഥനും രക്ഷകനുമായിട്ട് ഏറ്റുപറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും ഈശോയെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തോടുകൂടി മരിച്ചുയർത്ത് പുതിയ വ്യക്തിയായി മഹത്വത്തിൻ്റെ വസ്ത്രം ധരിക്കുന്ന, വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കുന്ന വ്യക്തികളായി മാറുവാൻ നമുക്കിന്ന് ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. സ്നേഹത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, വിശുദ്ധിയിലേക്ക് വളരുന്ന കൃപ നിറഞ്ഞ ഒരു ജീവിതത്തിൽ നമുക്ക് എത്തിച്ചേരാൻ ഇടയാവട്ടെ. വലിയ ശനിയാഴ്ചയുടെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം നമ്മെ എല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തിരുവുത്ഥാനത്തിൻ്റെ മംഗളങ്ങളും ഒപ്പം നേരുന്നു.